കാവേരി എഞ്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കാവേരി എഞ്ചിൻ എന്ന് പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന എഞ്ചിനാണ്. പക്ഷേ ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണെന്നറിയാമോ? അത് റഷ്യയിലാണ് ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നത്. തദ്ദേശീയമായി നിർമ്മിച്ച കാവേരി ജെറ്റ് എഞ്ചിൻ്റെ പരീക്ഷണങ്ങൾ ഇപ്പോൾ റഷ്യയിൽ പുരോഗമിക്കുകയാണ് എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. എന്താണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു രൂപം? നമുക്കൊന്ന് നോക്കാം. ഇന്ത്യ റഷ്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച കാവേരി ജെറ്റ് എഞ്ചിൻ്റെ പരീക്ഷണങ്ങൾ നടത്തി വരികയാണ്. ദീർഘദൂര ആളില്ലാ യുദ്ധവിമാനങ്ങൾക്ക്, അതായത് UCAV, കരുത്ത് പകരാൻ ഉപയോഗിക്കാവുന്ന എഞ്ചിൻ്റെ പരീക്ഷണങ്ങൾ പ്രതിരോധ ഗവേഷണ വികസന സംഘടന, അതായത് DRDO നടത്തുന്നുണ്ടെന്ന് ചൊവ്വാഴ്ച റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യ തദ്ദേശീയമായിട്ട് ജെറ്റ് എഞ്ചിനുകൾക്ക് വിമാനം ഉണ്ടാക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഇത് ഏത് വിമാനത്തിനായിരിക്കും സ്യൂട്ട് ആവുക എന്നുള്ളതിന് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റുകൾക്കായിരിക്കും ഇത് ആദ്യം സ്യൂട്ട് ആവുക എന്നുള്ളതാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. തുടക്കത്തിൽ തേജസ് യുദ്ധവിമാനങ്ങൾക്കായി പദ്ധതിയിട്ടിരുന്ന ഈ എഞ്ചിൻ ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന UCAVകൾക്ക് കരുത്തു പകരും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തദ്ദേശീയമായി നിർമ്മിച്ച എഞ്ചിനുകളെക്കുറിച്ച് പൊതുജനങ്ങളിൽ വീണ്ടും വലിയ താല്പര്യം ഉയർന്നു വന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇനി എന്താണ് ഈ കാവേരി എഞ്ചിൻ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കാവേരി എഞ്ചിൻ ഒരു ലോ ബൈപാസ് ട്വിൻ സ്പൂൺ ടർബോ ഫാൻ എഞ്ചിനാണ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കീഴിൽ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിച്ചെടുത്ത ഈ എഞ്ചിന് 80 kN ത്രസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 1980കളിൽ ആഭ്യന്തര യുദ്ധവിമാനമായിട്ടുള്ള തേജസിന് ശക്തി പകരുന്നതിനായിട്ടാണ് കാവേരി പദ്ധതി ആരംഭിച്ചത്. ഉയർന്ന വേഗതയിലും ഉയർന്ന താപനിലയിലും ഉണ്ടാകുന്ന ത്രസ്റ്റ് ഡ്രോപ്പ് കുറയ്ക്കാനാണ് എഞ്ചിനൊരു ഫ്ലാറ്റ് റേറ്റഡ് ഡിസൈൻ ഉണ്ട്. മതിയായ മാനുവൽ ബാക്കപ്പുള്ള ട്വിൻ ലൈൻ ഫുൾ അതോറിറ്റി എഞ്ചിൻ ഡിജിറ്റൽ എഞ്ചിൻ നിയന്ത്രണം കാവേരി എഞ്ചിൻ്റെ ഒരു പ്രധാന ഡിസൈൻ സവിശേഷതയാണെന്നും DRDO പറയുന്നു. ഇന്ത്യയുടെ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് LCA തേജസിന് കാവേരി എഞ്ചിൻ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന്. കാരണം ആവശ്യമായ ത്രസ്റ്റ് ടു വെയിറ്റ് അനുപാതത്തിൽ എത്താൻ എഞ്ചിന് കഴിയാത്തത് ഉൾപ്പെടെയുള്ള വിവിധ വെല്ലുവിളികൾ ഇതിനുണ്ടായിരുന്നു. ഉയർന്ന താപനിലയിലുള്ള ലോഹശാസ്ത്രത്തിലും ആഫ്റ്റർ ബേണർ പ്രകടനത്തിലും വിശ്വാസ്യതയിലും അന്ന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. 1998 ആണവ പരീക്ഷണങ്ങൾക്ക് ശേഷം ഇന്ത്യക്കെതിരായിട്ടുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങൾ വന്ന് ഈ പദ്ധതി സമ്പൂർണ്ണമായിട്ടും ബാധിക്കപ്പെട്ടു. ഈ പദ്ധതി മുടങ്ങിപ്പോയി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നീട് നരേന്ദ്രമോദി സർക്കാർ തിരിച്ചു വന്നപ്പോഴാണ് ഇന്ത്യയുടെ സ്വന്തം എഞ്ചിനായിട്ടുള്ള കാവേരി എഞ്ചിനെ വികസിപ്പിക്കാനുള്ള പദ്ധതികൾ രൂപീകരിച്ചത്. കാവേരിയിൽ നിന്ന് തേജസ് MK1 ശക്തി പകരാൻ കഴിയാത്തതിനെ തുടർന്ന് ഇന്ത്യക്ക് അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള GEF404 എഞ്ചിൻ യുദ്ധവിമാനത്തിനായി ഉപയോഗിക്കേണ്ടി വന്നു. അമേരിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ബഹുരസമാണ്. അമേരിക്കയുടെ GPS സിസ്റ്റം നമുക്ക് തരാൻ പറഞ്ഞു, അമേരിക്ക തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നാവിക്കുണ്ടാക്കി. റഷ്യയിൽ നിന്നും ക്രയോജനിക് എഞ്ചിൻ റോക്കറ്റിൽ പിടിപ്പിക്കാനുള്ളത് തരാൻ പോയപ്പോൾ അമേരിക്ക കണ്ണുരുട്ടിയപ്പോൾ അത് പല രാജ്യങ്ങളും റഷ്യയോട് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ക്രയോജനിക് എഞ്ചിൻ സ്വന്തമായിട്ടുണ്ടാക്കി. ഇപ്പോഴിത് അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് കാവേരി എഞ്ചിനും നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുകയാണ്. GEF404 എന്ന് പറയുന്ന അമേരിക്കയുടെ എഞ്ചിൻ ഇനി ഇന്ത്യ ചവിട്ടുകുട്ടയിലേക്ക് എറിയുകയാണ്. ഇന്ത്യയിലും അത്തരം എഞ്ചിനുകൾക്കായിട്ടുള്ള പരീക്ഷണ സൗകര്യങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റഷ്യയിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇത് ഈ ഷെഡ്യൂളിന് കാലതാമസം ഉണ്ടാക്കുന്നതായിട്ടാണ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. 2014 ആയപ്പോഴേക്കും ഈ പദ്ധതി പാടെ ഉപേക്ഷിക്കപ്പെട്ടതായിട്ട് തോന്നിയതാണ്. എങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് 2016 ഫ്രഞ്ച് കമ്പനിയായിട്ടുള്ള സഫ്രാനുമായി സഹകരിച്ച് എഞ്ചിനുകൾക്ക് വീണ്ടും ജീവൻ നൽകാനായിട്ട് സാധിച്ചത്. അങ്ങനെ വലിയ രീതിയിൽ ഈ എഞ്ചിൻ ഡെവലപ്മെൻറ്റിലേക്ക് നമ്മുടെ രാജ്യം കടക്കുകയായിരുന്നു. ആ എഞ്ചിൻ്റെ പരീക്ഷണമാണ് ഇപ്പോൾ റഷ്യയിൽ നടക്കുന്നത് എന്ന സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.